ഹാ ഹായ് സ്റ്റോറിയോട്ട് പോവാം ഫ്രണ്ട്സ്. ബോസ് സെക്കൻഡ് വൈഫ് റെഡി. ഹീറോയിൻ റെഡിയായി. നല്ല ബ്ലക്ക് എടുത്ത് റെഡ് കളർ ചൂതിട്ട് ഹീറോ റെഡിയായി. അമ്മ ആ എന്ത് പറ്റി പ്രിയ, എവിടെയൊക്കെ പോവാ? അമ്മ അത് ഞാൻ ഫ്ലവർ എടുത്തുകൊണ്ട് പോവാണ്. അമ്മ എനിക്ക് വിഷ് പറയാം അമ്മ. നന്നായിട്ട് വരും മോളെ. ഓക്കെ, ഹീറോയിൻ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അത് മാത്രമല്ല ഹീറോയിൻ എങ്ങനെ മനസ്സിൽ വിചാരിച്ച അയ്യോ ഇത് ഞാൻ സ്വപ്നം കണ്ടത്. അമ്മ എവിടെ പ്രിയ, എന്ത് പറ്റി? ഞാൻ പോവാണ്. ശരി, ഇനി പോകുന്നതൊക്കെ പറയാം അമ്മ. അത് പിന്നെ പറഞ്ഞോളാം. ശരി നീ പറഞ്ഞോ അമ്മ. ഞാൻ പുറത്ത് പോയിട്ട് വരാം. അർജുൻ നീ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അമ്മ ഇവൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ പെട്രോൾ കളയാൻ വേണ്ടിയിട്ട് അല്ലല്ലടാ, കൊണ്ട് ഡ്രോപ്പ് ചെയ്താ മോനല്ലേ. ശരി വാ, വണ്ടി കയറിക്കോ. ഗേൾ ഫ്രണ്ടിന് പകരം നീ ഗേൾ ഫ്രണ്ട് ഇല്ല. റോസിനോട് പറയട്ടാ. അങ്ങോട്ട് നോക്ക് ചേട്ടാ, റോസിക്ക് വീട്ടിലല്ലേ റെഡ് കളറായിട്ട് കണ്ണെല്ലാം റെഡ് കളറായിട്ട്. എന്താടാ ഗേൾ ഫ്രണ്ട് ഇല്ലേ? അപ്പം ഞാൻ ആരാ? അപ്പം ബ്രേക്കപ്പ്. അയ്യോ റോസി, റോസി നിക്ക്, റോസി നോക്ക്, റോസി എവിടേക്കാ ഓടുന്നത്? റോസി റോസി ഹാ റോസി ഇപ്പം റോസി വേണം. എടിപ്പാവി എങ്ങനെയുണ്ട് ഏട്ടാ? അയ്യോ വേണ്ട പ്ലീസ് റോസി. സാരില്ലടി, ഇവനിന്ന് ഇങ്ങനെ പറയാം. അപ്പം നിറയെ ഗേൾസ് വന്ന് ഇവനക്ക് പ്രപ്പോസ് ചെയ്യാം. അതോ നിനക്ക് അറിയുമല്ലേ? സാരില്ലടി, ചേട്ടനൊന്ന് ജോക്ക് പറയല്ലേ, ലേച്ചരക്കണ്ട. അങ്ങനെ ഏട്ടാ പറയൂ. അയ്യോ ബൈക്കിലെങ്ങനെ പോവാ? കാറിൽ നിന്ന് പോവാ. അമ്മ കാറിക്ക് എന്നാ ക്യാച്ച് ക്യാച്ച് അമ്മ, എന്നാ വൈക്കി ഡാൻസ് മോനെ പോയിക്കൂടാ. നടക്കട്ട് ഞാൻ അമ്മയോടത്ത് പറഞ്ഞു പോയി. അർജുൻ തല ചെറിയാൻ തുടങ്ങി. അയ്യോ അമ്മയ്ക്കും കണ്ടുപിടിച്ചോ? ആ അമ്മയെ മാത്രമല്ല എൻ്റെ അമ്മയെ വെച്ച് എനിക്കറിയൂ. എന്ത്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിയോ? ആ ആ ഓൾറെഡി നിനക്കും എനിക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ അമ്മയച്ഛൻ ഫ്രണ്ട്സ് അല്ല. ഓൾറെഡി നിനക്ക് അമ്മ ചെറിയ പ്രായത്തിൽ ഓർപ്പിച്ച് വെച്ചായിരുന്നു. അത് കാര്യം എനിക്കറിയോ? അർജുനോട് പറഞ്ഞു. അർജുൻ ഷോക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. അതെ അതെ, അങ്ങനെ റോസ് പറഞ്ഞു. അങ്ങനെ റോസിയും ഇത് ഹീറോയി പറയാൻ തുടങ്ങി. ചേട്ടാ നിങ്ങൾ രണ്ടും കപ്പിൾസ് അല്ലേ, നിങ്ങൾ ഫ്രണ്ട് ടൈപ്പ് ഇരുന്നോ? ഹാ റോസി പറയാം. അവിടെ എവിടെ കൊടുത്തിട്ട് ഞാൻ ഇരിക്കാം, നമ്പർ ഉണ്ട്, ജോളിയെ സംസാരിക്കാം. അങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇരുന്നാൽ ജോളി അർജുനോട് കാർ ഓട്ടി ഇടുന്നായിരുന്നു. അതിനായിട്ട് ഒരു ജോളിയായിട്ട് പോയിരുന്നു. അത് കാർ നിപ്പിച്ച്. എന്താടാ നീ എവിടെ നോക്കിടാ ഇരിക്കുന്നത്? അർജുൻ ഒരു കാറേ വരണ്ട മച്ചാ, നീ വണ്ടിയിൽ കയറിക്കോ അർജുൻ പറഞ്ഞു. രണ്ടുപേരും സംസാരിച്ച് പോയായിരുന്നു കാറിൽ. അതെ, റോസി ഇങ്ങനെ ഫോൺ നോക്കും, ഓൺലൈൻ നോക്കി. റോസിക്ക് ഷോക്ക്. മച്ചി എന്ത് പറ്റി? പ്രിയ ചോദിച്ചു. ഇത് നോക്ക് പോസ്റ്റ്. എന്ത് പോസ്റ്റാ? ജങ്കുക്ക് ബ്രേക്കപ്പ് ആയോ? എടി മച്ചി ഡിവോഴ്സായിടി. ഡിവോഴ്സ് ആയതാ? ഇത് ന്യൂസ് എനിക്കറിയില്ലടി. എടി അത് ഇപ്പോഴാടി പറയുന്നത്. ഓൾറെഡി അവർക്ക് ഡിവോഴ്സായി. ഇപ്പോൾ എന്തോ സൺഡേ ഒന്നും അറിയുന്നത്. യോ പാവടേ ആ ജങ്കുക്ക്. ആ ബേബി ശരിയടി, ഇവർ സൺഡേ ആണ്. ജങ്കുക്ക് വൈഫ് കിട്ടുന്ന സൺഡേ ആണ് കൊറിയയിൽ. അതിപ്പോൾ ഡിവോഴ്സ് മേങ്ങിയായിരുന്നു ജങ്കുക്ക്. ഇപ്പോൾ ജങ്കുക്ക് ബേബി ജങ്കുക്ക് കൂടിയാണ്. ജങ്കു വൈഫ് ഇങ്ങനെ ഡിവോഴ്സ് ചെയ്ത് അവർ തന്നെ പിരിഞ്ഞ്. ഇത് കോടതിയിൽ ഇങ്ങനെ വന്നായിരുന്നു. ജങ്കുക്ക് ടെൻഷനായിരുന്നു. ഇവിടെ ഒരു കാര്യം അത് ന്യൂസിൽ വന്നായിരുന്നു. അതെ റോസ് പറയാം. പാവല്ലടി ജങ്കുക്ക്. സാരല്ലടി മച്ചി അങ്ങനെയായിട്ട് പറയായിരുന്നു. അർജുൻ ഇങ്ങനെ ഒരു ഫോണിൽ നിങ്ങൾക്ക് ജ്യൂസ് വേണോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വേണോ? എന്ത് ചേട്ടാ? നമ്പർ കുറച്ച് സംസാരിക്കണ്ടോ? നിങ്ങൾ ഹോട്ടലിൽ നിപ്പിച്ചു. അർജുൻ പറയാൻ അങ്ങനെ ഹോട്ടലിൽ വിളിച്ചോണ്ട് മോളെ നിങ്ങൾ രണ്ടുപേളി അങ്ങനെ ഹീറോയിനോട് പറയുന്നു. ചേട്ടാ നിങ്ങൾ രണ്ടുപേളും ഇവിടെ ഇരുന്നു, ചേട്ടൻ കുറച്ച് ബിസി ഉണ്ടോ, ഇനിയിപ്പോൾ വരാം. അങ്ങനെ ഹോട്ടലിൽ അർജുൻ്റെ ഫ്രണ്ട് വന്നു. ഹോട്ടലിൽ അർജുൻ്റെ ഫ്രണ്ട് ഹോട്ടലാണുള്ളത്. അങ്ങനെ വന്നു. എന്താണ് വെച്ചാൽ നീ ഇവിടെ നോക്കിക്കോ, ഞാൻ ഇപ്പോൾ വരാടാ എന്ന് പറഞ്ഞു. രണ്ടുപേരും വലിയിൽ പോയി. ചേട്ടൻ വന്നിരുന്നു. എടാ ഒരു ഡിന്നറെല്ലാം വേണം അങ്ങനെ പറഞ്ഞു. ചേട്ടൻ വന്നിരുന്നു കേട്ടോ. എന്താ കുട്ടികളെ എന്താ ഇവിടെ ചെയ്യുക? ഒന്നുമില്ല ചേട്ടാ, ഈ ചേട്ടനക്ക് ലൂസ് പിടിച്ചു. നോക്കോ ഇവിടെ പോയത്. സാരില്ല. അല്ല ചേട്ടാ ജോക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരു ഫ്രണ്ട് ടൈപ്പാണ്. അതെ, ഒരു 3 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ചേട്ടൻ പറയാൻ തുടങ്ങി. എന്ത് പറ്റി ചേട്ടാ, നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയോ ഇല്ല സിംഗിളാണോ? അയ്യോ എന്തടി പറയാം. ചേട്ടാ ഒരു കാര്യം പറഞ്ഞു. അപ്പുറത്ത് വീട്ടിൽ സുമതി ആൻറ്റിക്ക് നിങ്ങളെ മേലെ കണ്ണ്. അയ്യോ ഇതിന് കാര്യം പറഞ്ഞിട്ടില്ല. അത് അവരെ എന്നെ സൈറ്റ് അടിക്കുക. ഞാൻ എന്ത് ചെയ്യുക? എന്നെ സൈറ്റ് അടിച്ചാണ് അയാളെ ഹസ്ബൻഡ് അതിൻ്റെ ആൻറ്റീൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നെ നോക്കി. എനിക്ക് പേടിയായി. ഞാൻ പേടിച്ച് ഓടിപ്പോയി. ആൻറ്റി ഇത് കാര്യം പറയാം. ഇങ്ങനെ ജോക്ക്. അതെ അവരെ മകൾക്ക് കണ്ണ്, അവർക്ക് കണ്ണ്. ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഒരു സുന്ദരനായി പോയില്ലേ. കോമഡി ഒന്നും പറയണ്ട. അങ്ങനെ ജോളിയായി സംസാരിച്ചായിരുന്നു. അല്ല പ്രിയ,
ആ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടോ എന്ന് ചേട്ടാ പറയാം. അതെ അതെ ഇപ്പം എന്ത് ചെയ്യുന്നറിയില്ല. അത് മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട്, അതെ എനിക്കൊരു ഓൺലൈൻ ഫ്രണ്ട് ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. അതെ ചേട്ടാ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ? അത് മാത്രമല്ല നിൻ്റെ ചേട്ടനും ഞങ്ങളെല്ലാവരും കൊറിയക്ക് പോകാൻ പോവാ. ഓൺലൈൻ ഫ്രണ്ട്? അതെ അതെ എൻ്റെ ഓൺലൈൻ ഫ്രണ്ട് എൻ്റെ മുൻപത്തെ ക്ലാസ് ഫ്രണ്ടാണ്. അവന് ക്ലാസ് ഫ്രണ്ട് നമ്മളുടെ ടോട്ടൽ ടീമായിരുന്നു. അവനും നമ്മൾ 4 പേര് ഗ്യാങ്ങായിരുന്നു. അവനിപ്പോൾ പോയിട്ട് കൊറിയയിൽ പോയിരുന്നു. അവന് കൊറിയക്ക് പോയിരുന്നു. എന്ത് കൊറിയക്കാ? അതെ അതെ അവനൊരു കമ്പനി ജോലി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു എന്തോ ഡിഷ് ഇന്ത്യൻ ഫുഡ് ഇങ്ങനെ ഡിഷ് ചെയ്യാനുണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടു. ഇവർക്ക് വരുവര് അപ്പം നമുക്ക് ഹോട്ടലിലെ എൻ്റെ റൂം ഫ്ലാറ്റ്, അതെ ഇപ്പോൾ ഹോട്ടൽ ഫ്ലാറ്റിലൊക്കെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് മുമ്പ് ഇവിടെ ഫുഡ് ചെയ്യായിരുന്നു. ഇവിടെ കുറച്ച് പേര് ഫുഡ് നല്ല കാര്യം ചെയ്തു. മാത്രം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണമായിരുന്നു. എൻ്റെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പേര് വേണം. ചേട്ടാ അത് ടെൻഷൻ ആക്കണ്ട, ഞാനും റോസിയുണ്ട് എന്നറിഞ്ഞു. ശരി മാ, താങ്ക്സ് മാ, ഹെൽപ്പ് ചെയ്ത് നല്ല കാര്യം. നിങ്ങൾ 2 പേരും നല്ല അടിപൊളി ജോലി ചെയ്യും. അതുകൊണ്ടാണ് ചേട്ടനും ഹെൽപ്പ് ചെയ്യണോ. ശരി ചേട്ടാ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് കോളേജില്ലേ? ചേട്ടാ കോളേജുണ്ട്. കോളേജ് കഴിഞ്ഞ ശേഷം ചേട്ടൻ വന്ന് കഴിച്ചാൽ ശരി. ഏട്ടാ വിഷമിക്കണ്ട, എനിക്കറിയുന്ന ആൾ ഞാൻ വെച്ച് ഞങ്ങൾ ഫുഡ് ഏതെല്ലാം ഫുഡ് ബെസ്റ്റ് ഫുഡ് എന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത ഫുഡിൽ ചേട്ടൻ എനിക്ക് റെസിപ്പി പറഞ്ഞു തരാം. ചേട്ടൻ റെസിപ്പി ചെയ്യും. പിന്നെ എൻ്റെ ചേട്ടൻ ചെയ്യും നിനക്ക് അറിയില്ലേ. അതെ ചേട്ടനൊക്കെ നൈറ്റ് രാവിലെ ഉച്ചത്തോളം ചേട്ടൻ ചേട്ട്, പിന്നെ രാത്രി ഞാൻ ചെയ്തോളൂ ചേട്ടാ. ഓക്കെ ആണല്ലോ ചേട്ടന്? അത് ശരിമ്മ, അത് ഓക്കെ. ഇത് ചേട്ടന് ഓവർ ചെയ്യും പറഞ്ഞു. എന്ത് ചേട്ടൻ ഓവർ ചെയ്യും പറഞ്ഞു? ഒരട്ട് ചേട്ടന് മൂക്കിന് ഓടിച്ചോരുന്നു. ആടി ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞിട്ടില്ലേ. സോറി ചേട്ടാ. ശരി ശരി അതിനായിട്ട് എന്താ നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. താങ്ക്സ് ചേട്ടാ. എൻ്റെ ഡയറി മിൽക്കോ? അതെ ഡയറി മിൽക്കാണ്. ശരി ഓക്കെ. അതിനടുന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. ഒരു ബോയ് വന്നിരുന്നു. അവന് ഭയങ്കര കുടിച്ചായിരുന്നു. ഒരു ഡ്രിങ്കറായിട്ട് അങ്ങനെ ഹീറോയിൻ അടുത്ത് വന്നു. ഹായ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ചേട്ടാ അവനക്ക് ദേഷ്യം വന്നു. എന്താടാ എവിടെ നിന്നൊക്കെ അവന് കുറച്ച് വയസ്സ്